ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കും, കാരണം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും, കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നു, കിടക്കുന്നു, ഫുഡ് അടിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് പുറത്ത് പോകാനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുറച്ച് പേരെ ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടാ. ഇപ്പം എന്താ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. അമ്മ ഒരു 8:15 ആകുമ്പോൾ അമ്മ പണിക്ക് പോവും, പിന്നെ എനിക്ക് ചായ കുടിക്കണം അങ്ങനെ. പിന്നെ ഞാനിത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിടാണ് കേട്ടോ. അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടല്ലോ, അത് ഞാൻ എന്തിനാ അവിടെ വാങ്ങിച്ചു വെച്ചതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. നല്ല ലൈറ്റാണ്, അടിപൊളിയാണ്. പക്ഷേ ആദർശമായിട്ട് എനിക്ക് ഒരു പണി തന്നതാണ്. സെറ്റ് ഓഫ് ബോക്സിന്റെ പ്ലഗിന് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛത് 2-3 വട്ടമായി പോയി മാറ്റുന്നത്, എന്നിട്ടും അത് റെഡി ആവണ്ടായിരുന്നില്ല. ലാസ്റ്റ് അച്ഛനും ഭ്രാന്ത് വന്ന് അച്ഛത് അവിടെ ഇട്ട്. അപ്പോഴാണ് ആദർശമായിട്ട് ഇതിന്റെ പ്ലഗ് ഒന്ന് വെച്ച് നോക്കട്ടെ പറഞ്ഞിട്ട് ഇതിന്റെ അടുത്ത് കുത്തി നോക്കിയതാ. അപ്പോൾ അത് കറക്റ്റ് ആവുകയും ചെയ്തു. പിന്നെ അതൊന്നും ഊരിയിട്ടും ഇല്ല. ടിവിയുടെ മുകളിൽ ഞാൻ ഇപ്പോൾ ഉള്ള കേട്ടോ അത്. പിന്നെ ഇത് ആകെ വൃത്തികേടായിട്ട് ഇപ്പൊ കിടക്കുന്നത്. ഇനിയിപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ നേരെ ഉമ്മറത്തേക്ക് പോവും, അവിടെ കുറച്ചു നേരം നിൽക്കും, മുടിയുടെ കെട്ടൊക്കെ അഴിച്ചിട്ട് മുടി ചിക്കോർക്കുക. മുടി നല്ല രീതിക്ക് ഇപ്പൊ കൊഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട്. പിന്നെ ഈ ഒരു ഒക്ടോബർ മാസമൊക്കെ ആയാൽ നല്ല രസമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ വൃശ്ചിക മാസമൊക്കെ ആയാൽ ഇവിടെ അടിപൊളിയാണ് കാലാവസ്ഥ. നല്ല കാറ്റും പിന്നെ ഒരു പ്രത്യേകതരം വെയിലും അതൊക്കെ കൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചു നേരം ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കും, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുക്കളയ്ക്ക് പോയി നോക്കാണ് കേട്ടോ. അപ്പം അമ്മ എന്താ ഒന്ന് ചായക്ക് ഉണ്ടാക്കിയേക്കണേ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇത് പണിക്ക് പോകാറായിട്ടുണ്ട്. അപ്പം അമ്മ കഞ്ഞിയാക്കാണ് കേട്ടോ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ കുറച്ചു നേരം അടുക്കളയിൽ ഇരുത്തിട്ട് അമ്മയുടെ അടുത്ത് വർത്താനൊക്കെ പറയും. അപ്പം അമ്മ നോക്കി കഴിക്കാൻ ഉണ്ടാക്കിയേക്കണത് ദോശയാണ് കേട്ടോ. എനിക്ക് ചായക്കടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനും മിക്കതും രാവിലെ ആകുമ്പോൾ കഞ്ഞി തന്നെയാണ് കേട്ടോ കുടിക്കാറ്. കഞ്ഞി കുടിച്ചാൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഞാൻ കഞ്ഞിയാണ് കുടിക്കാറ്. അപ്പം ഇന്ന് അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചായക്കടി ഉണ്ടാക്കി അത് എന്നും കൊണ്ട് കളയാന്നുള്ള പരാതി അമ്മയുടെ എനിക്ക് എല്ലാ ദിവസവും കേൾക്കും കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ ഉണ്ടാക്കണ്ട, ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറ് കേട്ടോ. പിന്നെ നേരെ പല്ലേക്കാൻ പോയി. പിന്നെ പല്ലൊക്കെ തേച്ച് കുറച്ചു നേരം കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷമുണ്ടോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാറ്. അപ്പോഴേക്കും അമ്മ പണിക്ക് പോകാറായിട്ടുണ്ടാവും കേട്ടോ. ഒരു 8:15 ആകുമ്പോൾ അമ്മ പണിക്ക് പോവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അമ്മ അവിടെ എന്തോ ഒരു പണിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ചട്നിയും ദോശയും കൂടിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ. ഈ ഒരു സമയം എനിക്ക് ആദർശേണ്ട നല്ല രീതിക്ക് മിസ് ചെയ്യും കേട്ടോ. കാരണം ഞങ്ങളുടെ വ്ളോഗ് കാണുന്നവർക്ക് അച്ഛൻ അറിയാം, ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ച് തന്നെയാവും. ഫുഡ് കഴിക്കാച്ചെങ്കിലും ഇപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ആയമ്പാടി അങ്ങനെയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്ക് ആദർശേണ്ട നല്ല രീതിക്ക് മിസ്സാവും കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിക്കും. അതുകൊണ്ട് അമ്മ ഇതേ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അമ്മയുടെ ഒപ്പം പണിക്ക് പോകേണ്ട ചേച്ചി വന്നു. അങ്ങനെ അമ്മ ഇതേ പോയിട്ടോ. പിന്നെ ഇതേ മുളങ്കിളിയോട് നിറച്ചുണ്ട് കേട്ടോ. ഇതിന്റെ സൗണ്ട് കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ അങ്ങനെ കുറേ കൂട്ടായിട്ട് വന്നിട്ട് ഭയങ്കര കലപ്പില്ലാന്നുള്ള സൗണ്ട് ആവട്ടോ. അപ്പോൾ അമ്മ പണിക്ക് പോയി. അപ്പോൾ അമ്മ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നേരം ഉമ്മറത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കും, ഫോണൊക്കെ നോക്കിയിട്ട് ഇവിടെ ചാരി ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കും ഫോൺ നോക്കിയിട്ട്. പിന്നെ പോസ്റ്റാവും. പിന്നെ മാളും കാര്യം വരണം. മാളും ഇന്ന് ക്ലാസ്സില്ല, അപ്പോൾ അവൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവളായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ നേരം പോക്ക് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ കണ്ടാകും നിറച്ച് മറ്റേ ചിലച്ചാട്ടിയാണോ ഇത് അണ്ണാനാണ് കരയണേ തോന്നുന്നു. കിളിയുള്ള സൗണ്ടും അതൊക്കെ കേട്ടിട്ട് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ആദർശായിട്ട് ഇന്ന് രാത്രിയാകുമ്പോൾ വരും. ഉണ്ണിയച്ഛൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, ആ ചേച്ചി മരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളവിടെ പോയപ്പോഴൊക്കെ അടിപൊളി നല്ല സ്നേഹമുള്ളതായിരുന്നു. ഞാൻ ഈ ഗീതമ്മേനെ വിളിച്ചായിരുന്നു കേട്ടോ. കാരണം ഉണ്ണിയച്ഛൻ്റെ 2 പെങ്ങന്മാരും അത് ഭയങ്കര സ്നേഹം, നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് സത്യം പറയാച്ച എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഞാൻ ആകെ ഷോക്കായി ഇത് കേട്ടിട്ട്. കാരണം നമ്മൾ കുറച്ച് മാസങ്ങൾ മുന്നേ ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഓക്കെ ആയിട്ട് നല്ലൊരു ഭയങ്കര സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ ഞാൻ എക്കാച്ചിൻ്റെ ഇവരുടെ പേര് ഗീത എന്നാണ് കേട്ടോ. ഗീത ഉഷ. മൂത്ത പെങ്ങളുടെ പേര് ഗീത, രണ്ടാമത്തെ പെങ്ങളുടെ പേര് ഉഷ. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ഉഷ, എൻ്റെ വല്യമ്മയുടെ പേര് ഗീത. അപ്പോൾ ഇവരെനൊക്കെ ആൻറ്റി എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എൻ്റെ അമ്മയുടെ പേര് ഉഷയാണല്ലോ, അപ്പോൾ എനിക്ക് ഉഷാൻറ്റി അങ്ങനെ വരുന്നില്ല. ഗീത എൻ്റെ വല്യമ്മേനെ ഞാൻ വല്യമ്മ എന്ന് വിളിച്ചിട്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ വിളിച്ചിട്ടേ. അപ്പോൾ ഗീതാൻറ്റി എന്ന് പറയുമ്പോൾ ഗീതാൻറ്റീന്ന് എൻ്റെ വയലില്ല. അപ്പോൾ ഞാൻ ഗീതമ്മേ ഉഷാൻറ്റീനെ പിന്നെ ഞാൻ ഉഷാൻറ്റീന്നൊക്കെ വിളിക്കും. അങ്ങനെയായിരുന്നു. ഭയങ്കര സ്നേഹമുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേൻ്റെ അടുത്തൊക്കെ ആയാലും അതെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ ഇന്നലെ ദൃശ്യിച്ചവരെ കൂടി പോയി തോന്നുന്നു. ഇന്നലെ രാവിലെ പോയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഏതാണ്ട് 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉന്നച്ചൻ വന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആദർശേട്ടൻ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ ഇവിടെ തൃശ്ശൂർ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നാളെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാണ്ട്. അപ്പോൾ എന്തായാലും ആദർശേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര വിഷമം കിട്ടുക അതങ്ങനെ ആലോചിക്കുമ്പോൾ. പിന്നെന്താ, ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കും ഞാൻ. ഇനി അത് കഴിഞ്ഞാൽ ഫോൺ കുത്തിയിരിക്കും. ഫോണിൽ ഞാൻ ആവട്ടെ മിക്ക സമയവും ഫോണും നോക്കി അങ്ങനെ ഇരിക്കും. ഇപ്പോൾ 1 മണിയാവാറായിട്ടാ. ഞാൻ അമ്മ വന്നിട്ട് കുളിക്കാറ്, ഉച്ചയ്ക്ക് ഞാൻ കുളിക്കാറിട്ടാ. അപ്പോൾ ഇപ്പം അമ്മ വരും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കിടക്കായിരുന്നു, സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടന്ന്. അപ്പോഴാണ് കൊറിയർ കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊളാബിൻ്റെ. അപ്പോൾ പിന്നെ അതൊക്കെ തുറന്നു നോക്കി അങ്ങനെ ഇരിക്കാട്ടോ ഉമ്മറത്ത്. നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ്, ഞാൻ കാണിച്ചു തരേ. ഇതൊരു ടോപ്പ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാണിച്ചു തരണം. അപ്പം അമ്മ പറമ്പിക്ക് പണിക്ക് പോണ കാരണം കുറേ വിറകൊക്കെ കിട്ടും. അപ്പം അമ്മ അതും വീട്ടിലേക്ക് ഇങ്ങനെ ഏറ്റി കൊണ്ടുവരാറ് കേട്ടോ പതിവ്. അങ്ങനെ അമ്മ വന്ന് അപ്പം ഞാൻ ഇനി പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ചിട്ട് വീഡിയോസ് എടുക്കാണ്ട് കുറേ വീഡിയോസൊക്കെ പെൻഡിങ് കഴിഞ്ഞാൽ അപ്പോൾ തീരെ എന്താ പറയുക ബാക്കിൽ നിന്നിട്ട് എടുക്കാറ്. അപ്പോൾ മറ്റേ സ്റ്റാൻഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കണേ കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നല്ല സ്പോട്ടുകളില്ല വീഡിയോ എടുക്കാൻ. പിന്നെ ബാക്കിൽ നിന്ന് വെച്ചാൽ അധികം ഭംഗിയില്ലാത്ത സ്ഥലമാണ്, പക്ഷെ നല്ല ക്ലിയർ ഉണ്ടാവും, നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ വീഡിയോസിൽ നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി കുളിച്ചിട്ട് കുറച്ച് വീഡിയോസ് പെൻഡിങ് എടുക്കുന്നുണ്ട്, അതെന്തായാലും ചെയ്യണം. അപ്പോൾ അതൊക്കെ നോക്കട്ടെ കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞെൻ്റെ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വിശക്കുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഫുഡ് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഷെയ്ക്ക് അടിക്കാം. പാലൊക്കെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഷെയ്ക്ക് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അമ്മ എനിക്ക് അടിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ അതിൽ മറ്റേ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ഷെയ്ക്ക് കൂടിയൊക്കെ കുറച്ചൊന്ന് കുറച്ചത്. കാരണം കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ ഡെയിലി ഷെയ്ക്കാണ് കുടിച്ചായിരുന്നു. കാരണം ഞാൻ തടി കുറയ്ക്കുന്ന ടൈമായിരുന്നു. അന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചോറ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മധുരമുള്ള ഷെയ്ക്ക്, ചായ അതൊക്കെ ഞാൻ നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് മാത്രമേ കുടിക്കുള്ളൂ. ഇപ്പോൾ രാത്രിയൊക്കെ 6 മണിയൊക്കെ ആകുമ്പോൾ വന്നു വെച്ചാൽ പാലും എനിക്ക് വേണ്ട മറ്റേ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മിക്കതും ഞാൻ ഓറിയോ ഷേക്കാണ് അടിക്കാറ് കേട്ടോ. അത് കുടിക്കും. അതിൽ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ ചോറ് കഴിക്കില്ല. എന്നാലും ഞാൻ നല്ല രീതിക്ക് നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അധികം ഒന്നും ഇത് കഴിക്കാറില്ല കേട്ടോ. പിന്നെ അച്ഛനറിയാം എനിക്കിത് സംഭവം ഇഷ്ടമാണ്, ഇത് കണ്ടാൽ എന്തായാലും ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇതേപോലെ ഇടയ്ക്ക് കൊണ്ടിട്ട് പാലൊക്കെ വാങ്ങിച്ച് ഓറിയോ ബിസ്ക്കറ്റും നട്ട്സും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കപ്പലാണ്ടി കേട്ടോ കൂടുതൽ ഇഷ്ടം. എനിക്ക് അണ്ടിപ്പരിപ്പിനോടും ബദാമിനോടും എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ കപ്പലാണ്ടിപ്പിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിത് അതൊക്കെ ഇട്ടിട്ടാണ് കുടിക്കാറ് കൂടുതൽ. അങ്ങനെ ഇതൊക്കെ ഒരെണ്ണം എനിക്കിപ്പോൾ കുടിക്കേണ്ടത് ഞാനൊരു ഗ്ലാസ്സിലാക്കി വെച്ചു. പിന്നെ ഇനി നാളെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വേറൊരു കപ്പും കൂടി എടുത്തിട്ട് അതാക്കിയിട്ട് ഇനി നേരെ ഫ്രീസറിൽ എടുത്തേക്കാട്ടോ ചെയ്യാറ്. ഇങ്ങനെ തന്നെയായിരുന്നു മുന്നേ ചെയ്യാം. ഇപ്പോൾ ചേച്ചിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. അത് പിന്നെ രാവിലെ കുടിക്കും കേട്ടോ. അപ്പയ്ക്ക് ചോറ് വേണ്ട, ഞാനിത് ഷെയ്ക്കാട്ടോ കുടിക്കുന്നത് ഉച്ചയ്ക്ക്. അമ്മ ഇപ്പോൾ പോവും, 1:30 തുടങ്ങി. പിന്നെ ഇതാ അമ്മ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 1:45 2 മണിക്ക് ആകുമ്പോഴേക്കും അമ്മ പോവൂട്ടാ. അങ്ങനെ ഇത് അമ്മ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ വീണ്ടും ഞാൻ പോസ്റ്റ് ആവൂട്ടാ. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി. അപ്പോൾ ഞാൻ ബാക്ക് വശത്താട്ടോ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയതേ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചാവും, പക്ഷെ ഇവിടുത്തെ സ്ഥലം അത്ര ഭംഗിയില്ല. അപ്പോൾ ഒരു മൂലയ്ക്ക് നിന്നിട്ടാണ് ഞാൻ എടുക്കാറുണ്ട്. ഇവിടെ ചൂട് നമ്മുടെ വർക്ക് ഏരിയ ബാക്ക് വശമാണിത്. അപ്പോൾ ഇവിടെയാണ് നല്ല വെളിച്ചം കിട്ടാറ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഞാനിത് എവിടെ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കാറ്. എടുക്കും നല്ല ഭംഗിയിട്ട് ടോപ്പ്. അങ്ങനെ ഇതാ പെട്ടെന്ന് വീഡിയോസൊക്കെ എടുത്ത് തീർത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് എൻ്റെ നെയിൽ പോളിഷിൻ്റെ പെട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. കാരണം നഖമൊക്കെ നന്നായി വളർന്നു. കുറേ നാൾക്ക് ശേഷമാണ്. ഞാൻ അത്ര വളർത്താറില്ല കേട്ടോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായി നഖം നീട്ടി വളർത്താറുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ നഖം ഇത്ര വളർന്നിട്ടില്ല. കാരണം പൊട്ടിപ്പോവും എപ്പോഴും. എന്ന് വെച്ചാൽ കുറച്ച് രണ്ട് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അടുക്കളയിലേക്ക് വരണ കാരണം എന്താ പറയുക കത്തി കൊണ്ടിട്ട് എപ്പോഴും എൻ്റെ കൈ മുറിച്ചില്ലേ, എപ്പോഴും നഖം ചെത്തിപ്പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. തീരെ വളരാറില്ല. ഇപ്പം പിന്നെ കത്തിയൊക്കെ തൊട്ടിട്ട് അധികം തൊടാറില്ല സത്യം പറയാച്ചെങ്കിൽ. അപ്പോൾ പിന്നെ നഖമൊക്കെ നല്ല രീതിയിൽ നീണ്ട് വളർന്നു. കാക്കരയുന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ആദർശേട്ടന് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഇത്ര നീട്ടണത്. ചേട്ടൻ പറയുന്നത് കറുപ്പാവുന്നു വെട്ടുന്ന്. ഞാൻ വിചാരിച്ചു കുറേ നാൾക്ക് ശേഷമല്ലേ ഇങ്ങനെ വളരണേ, അങ്ങോട്ട് വളർന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. വെട്ടണമെന്നൊക്കെ ചെറിയ ഡൗട്ടുണ്ട്, കാരണം ഷേപ്പൊന്നുമില്ല. എൻ്റെ നഖം നിങ്ങൾക്ക് അങ്ങനെയാണോ? എൻ്റെ നഖം ഷേപ്പാക്കി വിചാരിക്കും. അപ്പോൾ ഇരുന്ന് നന്നായിട്ട് മറ്റു സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ നഖം പൊട്ടും. അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ അങ്ങനെ ഫ്രീ ആയിട്ട് നഖത്തിനെ വിടാച്ചെങ്കിൽ അത് അങ്ങനെ വളർന്നു പോകുന്നുള്ളൂ. അല്ലാതെ ഇതുമ്പോൾ പണി ചെയ്യാതിരുന്നു വെച്ചാൽ പെട്ടെന്ന് പൊട്ടും എൻ്റെ നഖം. ഇത്ര വളരാറില്ല കേട്ടോ. കുറച്ചും കൂടെ ആകുമ്പോഴേക്കും നമ്മൾ കത്തിയോണ്ടൊക്കെ അരിയുമ്പോഴേ എപ്പോഴും ഈ അരിക്കുല് തട്ടിയിട്ട് പൊട്ടും. പിന്നെ ഈ കൈയിൻ്റെ സൈഡൊക്കെ എൻ്റെ എപ്പോഴും മുറിഞ്ഞിട്ടുണ്ടാവാറ്. അപ്പോൾ പിന്നെ ഇതില്ല. അപ്പം ഞാൻ അങ്ങോട്ട് വളർന്നോട്ടെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ഞാൻ ക്യൂടെക്സ് ഇരട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഇട്ടു. എന്തോ പ്രേതത്തിൻ്റെ കൈ പോലെയുണ്ട്. ഞാൻ എന്തായാലും ഇട്ടു. ഇത് ഇത്ര വലുതാക്കണത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങോട്ട് വളരെ ഇങ്ങനെ എത്ര വരെ പോകുന്ന നോക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. ആകെ പരത്തിയിട്ടിട്ടേക്കുന്നത്. ഇനി അതൊക്കെ സൈഡൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഈ ഒക്ടോബർ നവംബർ മാസമായ കാണുന്ന ഒരു ഇതാണ് കേട്ടോ. നിറച്ച് തുമ്പിയോളാവും. ഈ ഒരു സമയമൊക്കെ നിറച്ചിങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ടാവും. നല്ല ഭംഗിയാണ്. നവംബർ ഡിസംബർ ഇനി നമ്മുടെ പെരുന്നാളുണ്ട്, അത് കഴിഞ്ഞിട്ട് പൂരമുണ്ട്. അവിടുത്തെ ആ സമയത്തെ ഒരു ക്ലൈമാറ്റ് ഇവിടേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാറ്റും അതുപോലെ നിറച്ച് തുമ്പി നല്ല രസമാണ് കേട്ടോ. കണ്ടോ ഇപ്പോൾ കുറേ നടക്കേണ്ടത് ഈ ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പയറുപ്പേരിയായിരുന്നു. ഇനി പച്ചമ്മയ്ക്കും അച്ചപ്പ് വിളിച്ചിട്ടുണ്ടായി എന്താ കൊണ്ടുവരണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താ പാർട്സൊക്കെ എന്തൊക്കെയോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര പാവല്ലേ കേട്ടോ. പിന്നെ അച്ഛൻ വന്നു വെച്ചെങ്കിൽ ഡാമിക്ക് ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഡാമിനെ പുറത്തേക്ക് അഴിച്ചു കേട്ടോ. അപ്പോൾ ആമീനെ കുറേ പേര് കൂട്ടിലിടരുത് എന്നൊക്കെ പറയും. പിന്നെ ഇപ്പോൾ അവളെ കൂട്ടിലിടുന്നതാണ് ബെറ്റർ. പിന്നെ അവളെ കൂടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണം, ഈ മഴക്കാലം ഒന്ന് കഴിയട്ടെ എന്നാണ് അച്ഛമ്മയൊക്കെ പറയുന്നത് ആദർശേട്ടനും. അത് കഴിഞ്ഞിട്ട് അച്ഛതെ കുളിച്ച് വിളക്കയ്ക്കും. അപ്പം ഞാനിതേ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു സമയത്ത് ഞാൻ മിക്കതും ഉമ്മറത്ത് തന്നെ ഇരിക്കാറ്. എനിക്ക് അകത്തിരിക്കാനേക്കാളും കൂടുതൽ ഇഷ്ടം ഉമ്മറത്തിരിക്കാനും. ഞാൻ ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ റൂമിൽ ഇരിക്കാറ്. അമ്മ പണിക്ക് പോയി വെച്ചെങ്കിൽ പിന്നെ അമ്മ പറയും വാതിലടിച്ചിരിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴിൽ തരില്ല. ആദർശേട്ടനായാലും അതെ. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് നോക്കി ആൾക്കാർ പോണ് നോക്കിയിട്ടൊക്കെ ഇരിക്കാനാണ് കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ അല്ല, കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങനെ ഫ്ലക്സിൽ അടിക്കാൻ വെച്ച ഒരു ഫോട്ടോയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛതെ വിളക്ക് വെക്കുന്നുണ്ട്. അച്ഛൻ നേരം മെഴുക അച്ഛങ്ങനെ വിളിക്കൂട്ടെ വിളക്ക് വെക്കാൻ പറഞ്ഞിട്ട്. ഈ ഒരു സമയത്ത് നല്ല ഭക്തിഗാനമൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇതേ അമ്മ അവിടെ തിരുമ്പണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് വർത്താനം പറയും. പിന്നെ ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിന്നെ ഇതാ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, എന്നാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. സ്ഥിരം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വിളക്കച്ചിട്ട് അച്ഛൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കായിരിക്കും. അപ്പോൾ ഞാനും ഇതേ ഇപ്പുറത്തിരിക്കും. പിന്നെ ഇതെൻ്റെ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് എൻ്റെ നഖം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡത്തേക്ക് തുടച്ച് കളയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ LICയുടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറി പതിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അച്ഛൻ്റെ റേഷൻ കടയ്ക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അരിയൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദർശേൻ്റെ ബൈക്ക് അച്ഛൻ ഒരു 2 ദിവസം കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ ഇത് ഓടിക്കാൻ പേടിയാ. ഞാൻ അച്ഛനോട് പറയും ഒരു ദിവസം പണിക്ക് പോകുമ്പോൾ ഒന്ന് എടുത്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയും. പക്ഷെ അച്ഛന് ഇത് നല്ല വെയിറ്റ് ഉണ്ട്, സംഭവം താങ്ങാൻ പറ്റില്ല. അപ്പം അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അച്ഛൻ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പാർട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് കുറച്ച് പാർട്സ് കറി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വെച്ച് തരാൻ കേട്ടോ. അപ്പോൾ കുറേ ഉരുളൻകിഴങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ ഈ പാർട്സിൽ കുറേ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചെങ്കിൽ കുറേ ഇടണം. അപ്പോൾ അതിന് വലിയ സീനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കഴിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മ ഇതേ കറി ഉണ്ടാക്കുന്നുണ്ട്, അച്ഛനൊക്കെ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഷെയ്ക്ക് ഫ്രിഡ്ജിലുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതെടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിക്ക് ആകുമ്പോഴാണ് ഞാനിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന. ചപ്പാത്തി ഉണ്ടോ രാത്രി ആകുമ്പോൾ കഴിക്കണേ. അമ്മ ഇതേ അപ്പുറത്തുണ്ട്. ഇതേ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇത് അവിടെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി പാർട്സ് കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങ് ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു 1 മണിക്ക് ആകുമ്പോഴാവും ഞാൻ ആദർശമായിട്ട്
എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.